ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇവിടെ ഓണൊരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ അവിടെ എങ്ങനെ പോകുന്നു? അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ഇവിടെ എന്തൊക്കെ ഓണൊരുക്കങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നുള്ളതാട്ടോ ഞാൻ കാണിക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ ഓണാശംസകൾ. ഇന്നിപ്പോൾ ഞാൻ എന്താ കാണിക്കാൻ പോകുന്നതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ ഓണൊരുക്കങ്ങളായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കാറുണ്ട് കേട്ടോ. അപ്പം അതാണ് നിങ്ങളിന്ന് കാണിക്കുന്നത്. ഓണസദ്യയിലെ മെയിൻ വിഭവമായിട്ടുള്ള കായപ്പേരി, ശർക്കരപ്പേരി, പുളിയഞ്ചി, അച്ചാറ് ഇത്രയാണ് കേട്ടോ ഞങ്ങൾ മുന്നേ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഇവിടെ എങ്ങനെയൊക്കെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? അതിന് മുന്നേ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ വീഡിയോയിലോട്ട് പോയാലോ? അപ്പൊ ആദ്യം തന്നെ ഞാനും അമ്മയും കൂടെ പുളിയഞ്ചിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പുളിഞ്ഞി എടുത്ത് വെള്ളത്തിൽ കുതിരാൻ വെക്കണം. ഒരു 2-3 മണിക്കൂർ കുതിരാൻ വെച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് കൈ വെച്ച് ഉടച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പെടുത്തിട്ട് അരിച്ചെടുക്കണം. പുളിങ്ങ നന്നായി ഉടച്ച് അതിന്റെ സത്ത് മുഴുവനായിട്ട് പോരുന്നത് വരെ ഇതുപോലെ ചെയ്യണം. ഞങ്ങൾ ഇവിടെ മൺകലത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാട്ടോ. മൺകലത്തിലാവുമ്പോൾ ഒന്നും കൂടെ ഒരു രുചി കൂടും. അതുകൊണ്ടാണ് ഞങ്ങൾ മൺകലത്തിൽ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഇവിടെ മുഴുവനായിട്ട് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി ഈ കലത്തിനെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. പുളിവെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ചു കൊടുക്കണം. ഇത് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ക്ഷമ വേണം ഇതിന്. തിളയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം ഇതിലോട്ട് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും അതിന്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. നന്നായി തിളച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ശർക്കരയും കൂടെ ഇടാം. ഓരോരോ പുളിങ്ങി ഓരോരോ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ചില പുളിങ്ങി നന്നായിട്ട് മധുരമുള്ളതായിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ശർക്കര മാത്രം നമ്മൾ ആഡ് ചെയ്താൽ മതി. നല്ല പുളിയുള്ള പുളിങ്ങി കേട്ടോ ഞങ്ങളുടേത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ശർക്കര ഞങ്ങൾക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ശർക്കര എല്ലാം അതിൽ കിടന്നിട്ട് ഉരുകി വരണം. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുളിഞ്ചിക്ക് ഒരു കയ്പ്പ് രുചി കയറി വരും. അതുകൊണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ മെയിൻ രുചിക്ക് ആവശ്യമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ചെയ്യാനുള്ളത്. അതിനായി ഒരു പാൻ എടുത്ത് ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇതുപോലെ മൂപ്പിച്ചെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഉഴുന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഉഴുന്നൊരു ബ്രൗൺ കളർ ആയതിനു ശേഷം അതിലോട്ട് നമ്മൾ കുറച്ച് കടുകും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കും. കടുക് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ആക്കണം, ഇല്ലെങ്കിൽ കരിയാനുള്ള ചാൻസ് വളരെ. ഇനി ഈ വറുത്ത് വെച്ചിട്ടുള്ള ഉഴുന്നും കടുകും കൂടെ നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കണം. അപ്പോഴത്തേനും നമ്മളുടെ പുളിയഞ്ചി ഒരുവിധം നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഈ പൊടിച്ചു വെച്ചതും കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ? ഇനി ഇതിലോട്ട് ചെറിയ രീതിയിലുള്ള എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളകും കൂടെ ആഡ് ചെയ്യണം. അതിനായിട്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഈ പുളിയിഞ്ചിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫൈനൽ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അതിലോട്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുകും ചുമന്ന മുളകും കറിവേപ്പിലയും കൂടെ താളിച്ചത് ഇതിലോട്ട് ആഡ് ചെയ്യണം. അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതാണ് സദ്യയിലെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ വടുവപ്പുളി അച്ചാറ്. ഞങ്ങളുടെ ഇവിടെ ഇതിന് വടുവപ്പുളി എന്നാട്ടോ പറയുന്നത്. നിങ്ങളുടെ അവിടെ ഇതിന് എന്താ പറയുന്നത് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ. ഞങ്ങളുടെ ഇവിടെ സദ്യയുടെ മെയിൻ ആയിട്ടാണ് കേട്ടോ ഈ വടുവപ്പുളി അച്ചാറ്. വടുവപ്പുളി അച്ചാർ ഇല്ലാതെ ഒരു സദ്യ ഭയങ്കര റയറായിട്ട് ഇവിടെ കിട്ടും. ഇനി ഇവനെ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു തുണി എടുത്ത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. കൂടെ പച്ചമുളകും വേണം കേട്ടോ. വെള്ളം നനവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ തുടച്ചെടുക്കുന്നത്. ഇല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടുവരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. തുടച്ചെടുത്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് അരിഞ്ഞെടുക്കാം. ഞങ്ങൾ ഇവിടെ ചെറുതായിട്ട് ഇതിന്റെ തൊലി ഇതുപോലെ അരിഞ്ഞെടുക്കും കേട്ടോ. മുഴുവനായിട്ട് അരിഞ്ഞെടുക്കില്ല, കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ ഇടയിലായിട്ട് അങ്ങനെ അരിഞ്ഞെടുക്കും. ഇതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ അച്ചാറിന് കയ്പ്പ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. പല പല രീതിയിൽ ഇത് ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ കാണിക്കുന്നത് പഴയ രീതിയിലുള്ള റെസിപ്പിയാണ്. പണ്ട് അമ്മമ്മയൊക്കെ ഇങ്ങനെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ വടോപ്പളി മുഴുവനായി അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ സദ്യയുടെ 2 ദിവസം മുന്നേ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് കറക്റ്റായി ഉപ്പൊക്കെ പിടിച്ചു കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓണത്തിൻ്റെ 2 ദിവസം മുന്നേ ഈ പരിപാടിയൊക്കെ ഞങ്ങൾ ഒരുക്കി വെക്കുന്നത്. ചേച്ചിയും ചേച്ചിയുടെ മോനൊന്നും എത്തിയിട്ടില്ല. അവരെല്ലാവരും വരുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം തീർത്ത് വെക്കണം എന്നുള്ളതായിരുന്നു അമ്മയുടെ പ്ലാന്. എല്ലാവരും വന്നു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടെ ഇട്ടതിന് ശേഷം ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള കല്ലുപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. വടോപ്പുളിയും ആവശ്യത്തിനുള്ള പച്ചമുളകും അരിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അതിലോട്ട് കല്ലുപ്പാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനും അമ്മയും ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ മാത്തിന് കൂടെ നോക്കി നിൽക്കുന്നുണ്ട്. അവൻ ഇടയ്ക്ക് ഈ വടോപ്പുളി കഷ്ണം എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു എക്സ്പ്രഷൻ ചേഞ്ചും അവനുണ്ടായിരുന്നില്ല. അവന് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. നാരങ്ങയെല്ലാം ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ഏമ്പി കഴിച്ചുകൊണ്ടിരിക്കും. എന്തൊക്കെയൊക്കെയോ സംശയങ്ങളുണ്ട് അവന്. എല്ലാ അമ്മേനോട് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ട് ബാക്കി പരിപാടി ചെയ്യാം. ഞങ്ങൾ ഇന്ന് തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. ഇനി ഒരു പാൻ എടുത്ത് അതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി കൂടെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നമ്മുടെ അച്ചാറിന് പാകത്തിനുള്ള വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ കട്ടെല്ലാം ഉടഞ്ഞ് നന്നായി മിക്സ് ആയതിനു ശേഷം മാത്രം നമ്മൾ ചൂടാക്കി എടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് ചൂടാറണം. ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വടോപ്പുളിയിലോട്ട് ആഡ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇതിനൊരു വെന്ത ടേസ്റ്റാണ് കേട്ടോ വരുന്നത്. ഞങ്ങളിവിടെ അച്ചാറിൽ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. കാരണം പഴയ രീതിയിൽ അമ്മമ്മയൊന്നും വിനാഗിരി ചേർക്കാറേ ഇല്ലായിരുന്നു. പിന്നെ വടോപ്പുളിയിലൊന്നും വിനാഗിരി ചേർക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് വറവിടാൻ മാത്രമേ ഉള്ളൂ. വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള കടുകും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉണക്കമുളകും കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിനെ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അച്ചാറിലോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ലാസ്റ്റ് ഒരു ഐറ്റം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി തീരും. ഇതാണ് കേട്ടോ ലാസ്റ്റത്തെ ഐറ്റം. ഇത് കായാണ്. കായ നന്നായിട്ട് നമ്മൾ ഉണക്കി പൊടിക്കണം. ഇനി ഈ കായപ്പൊടി നമുക്ക് ആവശ്യത്തിനുള്ള അളവിൽ നമുക്ക് ഈ അച്ചാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതോടെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമുക്ക് നോക്കാം. അടുത്ത പരിപാടി ഈ ഐറ്റം വെച്ചിട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ള കായ്ക്കൊലയാണ്. അച്ഛൻ ഇതിൻ്റെ കൃഷിയില്ലാണ്ട്. അപ്പം ഇനി ഈ നാടൻ കായ്ക്കൊല വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചിപ്സ് ഉണ്ടാക്കുന്നത്. ചിപ്സ് മാത്രമല്ല, കൂടെ നമ്മൾ ശർക്കര വരട്ടിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെ ശർക്കര വരട്ടി എന്നല്ല കേട്ടോ പറയുന്നത്, ശർക്കര ഉപ്പേരി എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളിവിടെ ഈ 2 കായ്ക്കൊലയും നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും തൊലി നമ്മൾ കളഞ്ഞെടുക്കണം. അപ്പോൾ അത് നമ്മൾ മുഴുവനായിട്ട് തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ശർക്കര വരട്ടിക്കും ചിപ്സിനും രണ്ട് രീതിയിലാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ആദ്യം നമ്മൾ ചിപ്സിനുള്ളതാണ് അരിഞ്ഞെടുക്കുന്നത്. ഇവിടെ ചിപ്സിന് ഇങ്ങനെയാണ് അരിയുന്നത്. 1ന് 4 പീസായിട്ടാണ് കേട്ടോ അരിയുന്നത്. അതിവിടെ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. വട്ടത്തിൽ അരിഞ്ഞ് ചിപ്സ് ഉണ്ടാക്കുന്നത് ഇവിടെ ചെയ്യാറേ ഇല്ല. ഇനി ഈ അരിഞ്ഞിടുന്നത് നമ്മൾ വെള്ളത്തിലോട്ടാണ് അരിഞ്ഞിടുന്നത്. കാരണം കറ പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ അരിഞ്ഞിടുന്നത്. അപ്പം ഞങ്ങൾ മൊത്തം അരിഞ്ഞെടുക്കട്ടെ. അമ്മ അതിന് എക്സ്പേർട്ട് ആയതുകൊണ്ട് അധികം സമയം എടുക്കില്ല. ചിപ്സിനുള്ളത് അരിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ശർക്കര വരട്ടിക്കുള്ളത് അരിഞ്ഞെടുക്കാം. ഇനി ഇത് നമ്മൾ ഇത്തിരി കട്ടിയിലാണ് അരിയുന്നത്. ഇത് ഈ ഷേപ്പിലുമാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. ഷേപ്പും സൈസും രണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ 2 പാത്രത്തിലാണ് കഴുകാൻ വേണ്ടിയിട്ട് ഇടുന്നത്.
അപ്പോൾ ചിപ്സിനുള്ളതും ശർക്കരപ്പേരിക്കുള്ളതും രണ്ടായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് കഴുകിയെടുക്കണം. കുറച്ച് സമയം നമ്മൾ മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് വെക്കും ചെയ്യണം കേട്ടോ. മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് വെക്കുമ്പോഴാണ് അതിൻ്റെ കറ നമുക്ക് നന്നായിട്ട് കഴുകി കളയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇനി കുറച്ച് സമയം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇങ്ങനെ കിടന്നതിന് ശേഷം 2-3 പ്രാവശ്യം നന്നായിട്ട് നമ്മൾ കഴുകിയെടുക്കണം. ഇനി ഈ കഴുകി വെച്ചതിനെ നന്നായിട്ട് നമ്മൾ ഉണക്കിയെടുക്കണം. ഉണക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അതിനായിട്ട് ഒരു തോർത്തുമുണ്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയോ നമ്മൾ നന്നായിട്ട് വിരിച്ചതിന് ശേഷം അതിലോട്ട് ഇതുപോലെ നന്നായിട്ട് പരത്തി കൊടുക്കണം. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് എല്ലാം വലിഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആദ്യം നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കാം. അതിനായി ഒരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കണം. ചൂടായതിനു ശേഷം ഉണക്കി വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ഇട്ട് ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കിയെടുക്കണം. പാകത്തിനുള്ള മൂപ്പായതിനു ശേഷം നമുക്കിതിനെ കോരിയെടുക്കാം. മുഴുവനായും വറുത്തതിന് ശേഷമാണ് ഇനി ശർക്കര വരട്ടിക്കുള്ള മെയിൻ പരിപാടി നമുക്ക് തുടങ്ങാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള മെയിൻ ഐറ്റമാണ് കേട്ടോ ഈ കയ്യിലിരിക്കുന്നത്. ഇതാണ് ചുക്ക്. കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോൾ അമ്മ ഈ ഐറ്റം മേടിച്ചപ്പോൾ എനിക്കറിയില്ലായിരുന്നു കേട്ടോ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോഴാണ് കാര്യം പിടുത്തം കിട്ടിയത്. ചുക്ക് ഇതുപോലെ പീസ് ആക്കിയതിന് ശേഷം പൊടിച്ചെടുക്കണം. കൂടെ കുറച്ച് ജീരകം കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. ഇത് മാത്രമല്ല കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും മിക്സ് ചേർത്ത് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഒരു പാൻ എടുത്ത് ശർക്കര നന്നായിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം. ഇനി ഈ പൊടിച്ച മിക്സിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ പൊടിച്ചെടുക്കാം. ശർക്കര ഉരുകി നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഒരു ഉരുളി എടുത്ത് അതിലോട്ട് അരിച്ച് വേണം നമ്മൾ ഈ ശർക്കര പാനി ഒഴിക്കാൻ. ഇല്ലെങ്കിൽ കരട് കടിക്കാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. ശർക്കര നന്നായി ഉരുകി വരുമ്പോൾ ആവശ്യത്തിനുള്ള നെയ്യും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ശർക്കര ഉരുകി നല്ല ഒറ്റനൂൽപ്പരുവാകുമ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള ചിപ്സും കൂടെ അതിലോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ശർക്കരപ്പാനി നന്നായിട്ട് പിടിച്ചെന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പൊടിച്ചു വെച്ചിരിക്കുന്ന മിക്സും കൂടെ ഇതിലോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരാളിവിടെ ലൈവായിട്ട് ശർക്കര വരട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ശർക്കര വരട്ടിയുടെ റെസിപ്പി.
ഇനി നമുക്ക് ചിപ്സ് ഉണ്ടാക്കാം അല്ലേ. ചിപ്സ് പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഉണക്കിയെടുത്ത കായ കഷ്ണങ്ങൾ എണ്ണയിലോട്ട് ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഉപ്പൂടെ ചേർത്തിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്കാണ് കേട്ടോ ഞങ്ങളുടെ ഓണൊരുക്കങ്ങൾ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ്.